സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സങ്കീർത്തനം 31:19 വാക്യം. നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതും ആയ നിന്റെ നന്മ എത്ര വലിയതാകുന്നു എന്നിവിടെ വായിക്കുവാൻ കഴിയുന്നു. എന്താണ് ഈ സമയത്ത്? നോക്കൂ, ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ആളുകൾക്ക് വേണ്ടി, അവനിൽ ആശ്രയിക്കുന്നതായ വ്യക്തികൾക്ക് വേണ്ടി അവൻ വലിയ നന്മ ഒരുക്കി വച്ചിരിക്കുന്നു. അവൻ നമുക്ക് നന്മ ചെയ്തിരിക്കുന്നെന്ന് പറയുന്നു. എന്നാൽ ആർക്കാണ് നന്മ? ഭയഭക്തിയുള്ളവർക്ക്. ആരിൽ ഭയഭക്തിയുള്ളവർക്ക്? ദൈവത്തിൽ ഭയഭക്തിയുള്ളവർക്ക്. ആർക്കു വേണ്ടിയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് നന്മ? അവനിൽ ആശ്രയിക്കുന്നവർക്ക്. ആരാണ് ആശ്രയിച്ചത്? നീ അവനിൽ ആശ്രയിക്കുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് നന്മയുണ്ടാകുന്നത്. അതുമാത്രമല്ല, നീ യഥാർത്ഥമായിട്ടും ദൈവഭക്തനാണെങ്കിൽ 23 വാക്യം കൂടെ വായിക്കാം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ, അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. ആരെയാണ് അവൻ കാക്കുന്നത്? അവനെ സ്നേഹിക്കുന്നവരെയും അവനിൽ വിശ്വാസമർപ്പിക്കുന്നവരെയുമാണ് അവൻ കാത്തു രക്ഷിക്കുന്നത്. ഈ ലോകം മുഴുവനും യേശുവിലേക്ക് നോക്കണമെന്നും യേശുവിനെ സ്നേഹിക്കണമെന്നും അവനിൽ വിശ്വാസമർപ്പിക്കണമെന്നും യാതൊരു ഗതിയുമില്ലാത്ത സമയത്ത് മനുഷ്യൻ ക്രൂശിൽ കിടക്കുന്നതായ യേശുവിനെ ഓർത്തുകൊണ്ട് അവനിൽ ആശ്രയിക്കണമെന്ന്, അതിനുവേണ്ടി നാം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നാം അവനിൽ വിശ്വസിക്കുകയും നാം അവനെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവം സ്നേഹിക്കുന്നവനാണ്. എന്നാൽ അവൻ്റെ കോപം, മഹാകോപം നോക്കുക. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ ഒരു നിമിഷം നമ്മെ അവൻ കൈവിട്ട് കളഞ്ഞാൽ അവൻ്റെ കോപം കാരണം ഈ ലോകം നശിക്കുവാനിടയാകും. ദൈവം ആരെയും നശിപ്പിക്കുന്ന ദൈവമല്ല, എന്നാൽ നാശത്തിനു വേണ്ടി അനുവദിക്കുന്നവനാണ്. നാം ശ്രദ്ധിച്ചാൽ പല നാശങ്ങളും വരുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്നതായ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവന് നാശമുണ്ടാകുന്നത്. നമുക്ക് വായിക്കാം യിരെമ്യാവ് 25 വാക്യം. യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല, കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായ്ച്ചതും ഇല്ല. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരിയുവിൻ. എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്തു നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും. അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത്. നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയുമില്ല എന്ന് അവർ പറഞ്ഞു. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികൾ കൊണ്ടു എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എൻ്റെ വാക്കു കേൾക്കാതെയിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കാതെ ഇരിക്കുവാനിടയായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനർത്ഥം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികളുടെ പ്രതിഫലം നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ വാക്കു നിങ്ങൾ കേട്ടില്ല. എൻ്റെ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയച്ചു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ കാരണം, നിങ്ങളുടെ അജ്ഞാനം കാരണം, നിങ്ങളുടെ അവിശ്വാസം കാരണം, നിന്റെ കൈകൊണ്ടുണ്ടാക്കിയതിനെ നീ ആരാധിച്ചത് കാരണം. എന്താണ് അവൻ കൈകൊണ്ട് ഉണ്ടാക്കിയത്? എന്താണ്? ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ചത് ഒരുപാടുണ്ട്. ഈ പ്രപഞ്ചത്തെ അവൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? താൻ കൈകൊണ്ടുണ്ടാക്കിയതിലാണ് അവൻ ആനന്ദിക്കുന്നത്. താൻ നിർമ്മിച്ചെടുത്തവയിലാണ് അവൻ സന്തോഷിക്കുന്നത്. അവൻ കണ്ടുപിടിച്ച, അവൻ ഉണ്ടാക്കിയെടുത്തതായ കാര്യങ്ങൾ, അതിലാണവൻ സന്തോഷം കൊള്ളുന്നത്. ചില ആളുകളുണ്ട്,
ലഹരി ഉപയോഗിക്കുന്ന ചിലർ ഇങ്ങനെ കൈകളിൽ അതിട്ടിട്ട് തിരുമുന്നത് കാണാം. എന്താണത്? നിന്റെ 2 വിരലുകൾക്കിടയിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് നീ വലിക്കുന്നു. ഏതെങ്കിലും മദ്യം കുടിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ചാരായം കുടിക്കുന്ന വ്യക്തി മദ്യം കൈകൊണ്ടെടുത്തിട്ടല്ലേ കുടിക്കുന്നത്, അല്ലാതെ നായ കുടിക്കുന്നത് പോലെ ഇങ്ങനെ നക്കി നക്കി കുടിക്കുമോ? കൈകൾ കൊണ്ടാണ്. എല്ലാവരുടെയും കൈകളിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ കൈകളിലെ പാപം നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്നാണ് പറഞ്ഞത്. സെൽഫോൺ കറക്റ്റായിട്ട് കയ്യിൽ ഒതുങ്ങിയിരിക്കത്തക്കവണ്ണമാണ് ഉണ്ടാക്കുന്നത്. കറക്റ്റായിട്ട് കയ്യിൽ ഇങ്ങനെ സുഖമായിട്ട് പിടിക്കാൻ. ഇന്ന് പലരുടെയും കൈകളിൽ ഇന്ന് സെൽഫോണുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ് നാം അത് ഉപയോഗിക്കുന്നത്. അതിൽ കൂടി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ നാം അത് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ, അനേകം ആളുകൾ ആ സെൽഫോൺ ഉപയോഗിച്ചുകൊണ്ട് പാപത്തെ വർദ്ധിപ്പിക്കുന്നു. ദുഷിച്ച കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ അതിൽ കൂടി അവർ കാണുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു ദിവസം പറഞ്ഞത്, കൈകൾ കഴുകേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ്, അതുപോലെ നിങ്ങളുടെ സെൽഫോണും കഴുകേണ്ടതാണ്. സോപ്പ് കൊണ്ട് കൈ കഴുകിയത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്താണ്? യഥാർത്ഥമായിട്ടുള്ളതായ ബാക്ടീരിയകളെല്ലാം എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വായിൽ നിന്ന്, ഉമിനീരിൽ നിന്ന് വരുന്നതായ ബാക്ടീരിയകൾ, നീ കൈകൊണ്ട് അവിടെയും ഇവിടെയും പിടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നതായ നിന്റെ കൈകളിലെ ബാക്ടീരിയ, ഒരുപക്ഷെ നിന്റെ സെൽഫോൺ നീ ഒരു 10 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ, എന്താണ്, നിന്റെ സെൽഫോൺ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടി ഇൻഫെക്ഷൻസ് ഉണ്ടാകും. എന്നാൽ ആരും തന്നെ ഇതുവരെ ആ പരാതി പറഞ്ഞിട്ടില്ല, സെൽഫോണിൽ കൂടി ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുവെന്ന്. കൈകൾ കഴുകൂ എന്ന് പറയുന്നു. എന്നാൽ നിങ്ങളുടെ സെൽഫോണും ക്ലീൻ ചെയ്യേണ്ടതാണ്. അതിലും അണുക്കൾ ഉണ്ട്. നിന്റെ കൈകൾ കൊണ്ട് നീ കൃത്രിമമായിട്ടുള്ളതായ പല കെമിക്കൽസും തയ്യാർ ചെയ്യുന്നു. നമുക്കറിയാം ഈ രോഗം എങ്ങനെ വന്നുവെന്ന് പലർക്കും അറിയില്ല. എന്നാൽ ഇത് മനുഷ്യർ നിമിത്തമാണ് വന്നതെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ബയോവാറിന് വേണ്ടി മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് പലരും പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കുവാൻ കഴിയും. ഈ രോഗം എവിടെ നിന്നാണ് വന്നത്? ദൈവം അയച്ചതായ രോഗമാണോ? ദൈവം അനുവദിച്ചു, ദൈവം കൈവിട്ടു. നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കുക എന്ന് പറഞ്ഞു. ആ വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ കൽപ്പന ലംഘിക്കാനിടയായി. തിന്നുകയും കൊടുക്കുകയും പകരുകയും ചെയ്തു. അതുതന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ ദുഃഖിപ്പിക്കരുത് എന്ന് പ്രവാചകന്മാരെ കൊണ്ട് പറയിച്ചു. എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരിയരുത്. ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം നീ എന്തിനാണോ കൊടുക്കുന്നത്, അതാകുന്നു നിന്റെ ദൈവം. അത് വാഹനമായിരിക്കാം, വസ്തുവായിരിക്കാം, ആഡംബരമായിരിക്കാം, അത് സെൽഫോണായിരിക്കാം. ദൈവത്തെ കൂടുതൽ നീ എന്തിനാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, അതാകുന്നു നിന്റെ ദൈവം. നിന്റെ പൂർണ്ണമായുള്ള സ്നേഹം. ഒരു നല്ല ഭർത്താവ് എപ്പോഴും തൻ്റെ ഭാര്യ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഉത്തമ ഭർത്താക്കന്മാർ. അതുപോലെ തന്നെ വിശുദ്ധനായ ദൈവം നമ്മെ കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചു. നാം അവൻ്റെ സ്വന്തമായിരിക്കണമെന്ന്, നമ്മൾ നിഷ്കളങ്കരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം കൊരിന്ത്യർക്ക് എഴുതിയതായ 2-ാം ലേഖനം 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. 11-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ പൗലോസിൻ്റെ ഭാഷ നോക്കുക, ആ സംസാര രീതി നോക്കുക. ഞാൻ നേടിയെടുത്തതായ ആത്മാക്കളെ പരിപൂർണരാക്കി മാറ്റി, വിശുദ്ധരാക്കി മാറ്റിക്കൊണ്ട് ഒരു കന്യക, പുരുഷനെ അറിയാത്ത കന്യക, അശുദ്ധി ഇല്ലാത്തതായ കന്യക, പാപം ഇല്ലാത്ത കന്യക, യേശുക്രിസ്തുവിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവളായി ആരും നിങ്ങളെ തൊടാതെ, ഒരു അശുദ്ധിയും നിങ്ങളെ തൊടാതെ, നിങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിഷ്കളങ്കരാക്കി മാറ്റിക്കൊണ്ട്, നിങ്ങളെ നിർമ്മല കന്യകകളാക്കി മാറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിന് വിവാഹം നിശ്ചയം ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കർത്താവിനുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ അവൻ യേശുവിന് സ്വന്തം ആകുന്നു.
അവൻ തൻ്റെ രക്തത്താൽ കഴുകി പാപത്തെ ശുദ്ധീകരിച്ചതുകൊണ്ട് അവൻ മഹത്വത്തിൻ്റെ രക്ഷയുടെ വസ്ത്രം, ആ ശുഭ്രവസ്ത്രം അവന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇനിയും ഞാനിത് അശുദ്ധമാക്കാൻ പാടില്ല, അപവിത്രമാക്കാൻ പാടില്ല. ഇത് കർത്താവിന് സ്വന്തമായിരിക്കുന്നത് ആകുന്നു എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കർത്താവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു. എന്താണ് ഇവിടെ ഭയപ്പെടുന്നത്? എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ഭയപ്പെടുകയാണ്. കാരണം പിശാച് എന്തു ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്താണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത്? ഉപായത്താൽ. സർപ്പം എങ്ങനെയാ ചതിച്ചത്? ഉപായത്താലാണ് ചതിച്ചത്. മനസ്സിനെ മാറ്റിക്കളഞ്ഞു. വിശുദ്ധിയിൽ നിന്ന്, നിർമ്മലതയിൽ നിന്ന് മാറ്റുവാനിടയായി. ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ, പിശാചിന്റെ ഉപായങ്ങളെ നാം അറിയേണ്ടവരാണ്. ദൈവത്തെക്കാൾ കൂടുതലായി എന്തിനെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ എന്തിനെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിർമ്മലത, അതായത് നിഷ്കളങ്കത. കുബുദ്ധിയുള്ള പിശാചുമായി ബന്ധം സ്ഥാപിക്കുന്നവർ അവരും കുബുദ്ധിയുള്ളവരായിട്ട് മാറും. ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ വാക്കുകൾ ഉവ്വെന്നും അല്ല എന്നുമാണ്. എപ്പോഴും നാം ഒരുപോലെ തന്നെ ആയിരിക്കും. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, മനുഷ്യർക്കനുസരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കുന്നത്, അതുപോലെ തന്നെ രഹസ്യങ്ങൾ പറയുന്നത്, മറ്റുള്ളവർക്കെതിരെ പറയുന്നത്. ശ്രദ്ധിക്കുക, എത്ര പേർക്ക് ഇന്ന് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതം സത്യസന്ധതയുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ യാതൊരു രഹസ്യങ്ങളും ഇല്ല, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതം നോക്കുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും തുറന്നു കാണിക്കുകയാണെങ്കിൽ, വീഡിയോ എടുത്ത് ലോകത്തെ മുഴുവനും കാണിച്ചാലും എനിക്ക് ലജ്ജിക്കേണ്ടതായ ഒരു കാര്യവുമില്ല എന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും? നമ്മെ ഓർമ്മിപ്പിക്കും, നമ്മെ ഉപദേശിച്ചു തരും. എന്താണ് ചെയ്യുന്നത്? ഉപദേശിച്ചു തരും. ഇന്ന് എത്ര ആളുകൾക്ക് ആദ്യം മുതൽ തന്നെ ഉള്ളതായ ആ നല്ല മനസാക്ഷി, ആ നല്ല നിഷ്കളങ്കത്വം, ആ വിശ്വാസം, ആ ആത്മീയത, ആ പ്രാർത്ഥനാ ജീവിതം ഉള്ളവരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ഈ ലോകക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ, ആ വചനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ കൂടി വായിക്കുക. എന്താണ്? അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട്, ലോകമെന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാണ് ചെയ്യുന്നത്. ഈ ദിവസം നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുകയാണെങ്കിൽ, നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്ന ദൈവമാകുന്നു. അവൻ നമ്മെ വിശുദ്ധീകരിക്കും. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നതായ സമയത്ത് നമുക്ക് രോഗസൗഖ്യങ്ങൾ സംഭവിക്കാനിടയാകും. രോഗം ബാധിച്ച അനേകം ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരോടെല്ലാം യേശു പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ രോഗം പോകട്ടെ എന്നല്ല പറഞ്ഞത്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യം വരുത്തിയിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ ലോകത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ, നീ തന്നെയാകുന്നു രക്ഷകനെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കണമേ. അവർ രക്ഷിക്കപ്പെടേണ്ടതിന് നിങ്ങളിലേക്ക് നോക്കുവാൻ തക്കവണ്ണം തിരിഞ്ഞു വരണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കണം. വിശുദ്ധ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. നീ ജീവനുള്ളവനായ ദൈവമാണെന്ന്, നീ നിത്യനായ ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നിന്നെ അറിഞ്ഞതായ ഞങ്ങൾ, നിന്റെ സ്നേഹം അനുഭവിച്ചതായ ഞങ്ങൾ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിന്നോടൊപ്പം ആയിരിക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നിന്റെ രാജ്യത്തിന് അവകാശികളാകാൻ തീരുമാനമെടുത്തതായ ഞങ്ങൾ, ഞങ്ങളുടെ നിഷ്കളങ്കത കളയാതെ, ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ, പിശാചിന്റെ തന്ത്രങ്ങൾക്ക് ഇടം കൊടുക്കാതെ, ഭയത്തോടെ ഭക്തിയോടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ. തെറ്റായ ഉപദേശങ്ങളിൽപ്പെട്ട് ആടിയുലയുന്ന വ്യക്തികളായിട്ട് മാറാതെ ഞങ്ങൾ യേശുവിനെ പോലെ ആയിരിക്കേണ്ടതിന്
അവൻ്റെ സ്നേഹത്താൽ, അവൻ്റെ സത്യത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിൽ അവൻ്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ രക്തത്തെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിക്കപ്പെട്ടതായ കർത്താവേ, ലോകത്തിലുള്ള 216 രാജ്യങ്ങളിലും നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. പ്രപഞ്ചം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടാൻ സഹായിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ മുൻപോട്ട് പോകേണ്ടതിന് സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും ഇന്ന് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും സോഷ്യൽ മീഡിയയിൽ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്നതായ സകല വ്യക്തികളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ